ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്ലാക്ക് കളർ ക്രിസ്റ്റൽ ബീഡ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന 2 ടൈപ്പ് ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ ബ്ലാക്ക് കളർ ക്രിസ്റ്റൽ ബീഡ്സ് എന്ന് പറയുന്നത്. ഈ ഒരു സൈസിലുള്ളതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. നോർമലി ഈ സൈസുള്ളത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഗോൾഡൻ കളറിലെ ബീഡ്സ് ആണ്. അപ്പോൾ ഞാനതിന് ഇതുപോലെ ഡിസൈനുള്ള പ്ലേറ്റഡ് ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡ് പ്ലേറ്റഡ് ആണ്, പെട്ടെന്ന് അങ്ങനെ കളർ പോകുന്നില്ല. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നോർമലി നമ്മൾ മാല ഉണ്ടാക്കാനും ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഗിയർ വയറാണ്. ഗോൾഡൻ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഗിയർ വയറിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട ലെങ്ത്തിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ ആയിട്ടുള്ള രീതിയിൽ വേണം എടുക്കാൻ. കാരണം നമുക്ക് അവസാനം ലോക്കും ഒക്കെ പിടിപ്പിക്കാനായിട്ടുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് ലെങ്ത്ത് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആദ്യം തന്നെ കരിമണിയുടെ ആ ഒരു ബ്ലാക്ക് ക്രിസ്റ്റലാണ് കോർത്തെടുക്കുന്നത്. ഇതാ 2 എണ്ണം കോർത്തെടുത്തിട്ടുണ്ട്. 2 ക്രിസ്റ്റൽ ബീഡ് കോർത്തിട്ട് ഒരു പ്ലേറ്റഡ് ഗോൾഡൻ ബീഡാണ് കോർക്കുന്നത്. ആ ഒരു രീതിയിലാണ് കോർത്തെടുക്കുന്നത് കേട്ടോ. 2 ക്രിസ്റ്റൽ ബീഡ്, ഒരു ഗോൾഡൻ ബീഡ്, 2 ക്രിസ്റ്റൽ ബീഡ്, ഒരു ഗോൾഡൻ ബീഡ്, ആ ഒരു രീതിയിലാണ് കോർത്തെടുത്തിട്ടുള്ളത്. കണ്ടോ? ഇതുപോലെ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വേണ്ട ലെങ്ത്ത് വരെ നമ്മൾ കോർത്തെടുക്കുക കേട്ടോ, മെഷർ ചെയ്തിട്ട്. ഇനി ഞാൻ ഗോൾഡൻ കളറിൽ തന്നെ ഒരു ഗിയർ ലോക്ക് എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഗിയർ ലോക്ക്. എന്നിട്ട് ഞാൻ ഗിയർ ലോക്ക് ആദ്യമേ ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം ഒരു സൈഡ് റിങ് നമ്മുടെ ഗിയർ വയറിലേക്ക് കോർത്തെടുക്കുന്നുണ്ട്. സൈഡ് റിങ് ആണ്, ജമ്പ് റിങ് അല്ല കേട്ടോ. നമ്മുടെ ജമ്പ് റിങ് ആണ് കേട്ടോ നമുക്കിങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് അകത്തി ടൈറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന. സൈഡ് റിങ് ആകുമ്പോൾ അതിന് ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല, നമുക്കതിനെ അനക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് അതിനെ ലോക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അത് ഞാൻ കോർത്തെടുത്തതിന് ശേഷം ആ സൈഡ് റിങ്ങിനെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ബാലൻസ് ഉള്ള ഗിയർ വയർ തിരിച്ച് നമ്മൾ ഗിയർ ലോക്കിൽ കൂടെ വലിച്ചിട്ട് ഒരു ബ്ലാക്ക് കളറിലുള്ള ക്രിസ്റ്റൽ ബീഡിലും കൂടെ കണക്ട് ചെയ്ത് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ ടൈറ്റ് ചെയ്ത് വലിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഗിയർ ലോക്ക് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് ലോക്കായിട്ടുണ്ടാവും, അമർന്ന് കിട്ടും. പിന്നെ വിട്ടുപോരൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡിൻ്റെ ബാലൻസ് നിൽക്കുന്ന ആ ഒരു ഗിയർ വയർ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇതേ രീതി തന്നെയാണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഗിയർ ലോക്ക് ഇടുക, അതിനുശേഷം ലോബ്സ്റ്റർ ലോക്കാണ് കേട്ടോ ഇടുന്നത്. എന്നിട്ട് നമ്മുടെ ബാലൻസ് നിൽക്കുന്ന ഗിയർ വയർ ഉണ്ടല്ലോ, ഗിയർ വയർ വളച്ച് ഗിയർ ലോക്കിലും ലാസ്റ്റുള്ള ബ്ലാക്ക് ക്രിസ്റ്റലിലും കൂടെ വരുന്ന രീതിയിൽ അത് രണ്ടും കൂടെ കടത്തിയിട്ട് നല്ല ടൈറ്റായിട്ട് വലിച്ചെടുക്കുക. അപ്പോൾ അത് നല്ലപോലെ ആ ഒരു ലൂസ് ഒന്നുമില്ല, അത് നല്ല ടൈറ്റായിട്ടുണ്ടാവും. അതിനുശേഷം ഗിയർ ലോക്ക് നമ്മൾ പ്രസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് എക്സസ് ആയിട്ട് നിൽക്കുന്ന ഗിയർ വയർ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പാദസരങ്ങൾ, കൊലുസുകൾ ചെയ്യുന്നത്. ഇതിൻ്റെ കൊളുത്തിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. വേറെ ടൈപ്പ് കൊളുത്താണ് ചെയ്യുന്നത്. ഈ കൊളുത്തിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കുറേ ആയിട്ട് ഒത്തിരി പേര് ഞാൻ അങ്ങനത്തെ കൊളുത്തിട്ടുള്ള കൊലുസുകൾ ഇട്ട് കണ്ടിട്ടുണ്ട്. അപ്പം കൊലുസ് ചെയ്തിട്ടാലും കൊലുസിന് ഏത് കൊളുത്തിട്ടാലും പ്രശ്നമില്ല. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ചില ആളുകൾക്ക് അങ്ങനത്തെ കൊളുത്ത് തന്നെ വേണമെന്ന് നിർബന്ധം ഉണ്ടാവും, കസ്റ്റമേഴ്സിനൊക്കെ. അപ്പോൾ നമുക്ക് റേറ്റും കുറച്ച് കൊടുക്കാൻ പറ്റും. മറ്റേ കൊളുത്താകുമ്പോൾ കുറച്ചും കൂടെ റേറ്റ് വരും, ഇതാകുമ്പോൾ അത്ര റേറ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ബ്രേസ്ലെറ്റിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അടുത്ത ബ്രേസ്ലെറ്റിൻ്റെ മെയിനായിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ബ്ലാക്ക് കളറിലുള്ള ക്രിസ്റ്റൽ ബീഡ് തന്നെയാണ്. പിന്നെ നമ്മൾ ഗോൾഡൻ കളറിലുള്ള ബോൾസ് എടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ചക്കിരീസാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിന് അങ്ങനെയാണ് പറയുന്നത്, ചക്കിരീന്ന്. സിൽവർ കളറും ഗോൾഡ് കളറും അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത പോലെയുള്ള ഗിയർ വയർ എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഗിയർ വയറിലേക്ക് ആദ്യം ഞാൻ ഒരു ചക്കിരിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു ബ്ലാക്ക് കളർ ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളൊരു ചക്കിരി ഇട്ട് കൊടുക്കുന്നു. വീണ്ടും ക്രിസ്റ്റൽ ബീഡ് ഇട്ടു. വീണ്ടും അടുത്ത ചക്കിരി ഇടുന്നു. അങ്ങനെ 3 ക്രിസ്റ്റൽ ബീഡും 4 ചക്കിരീസ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഗോൾഡൻ കളറിലുള്ള പ്ലേറ്റഡ് ബീഡാണ് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ചക്കിരി ഇടുന്നു, വീണ്ടും ക്രിസ്റ്റൽ ബീഡ് ഇടുന്നു, വീണ്ടും ചക്കിരി ഇടുന്നു, ക്രിസ്റ്റൽ ബീഡ് ഇടുന്നു, ചക്കിരി ഇടുന്നു, ക്രിസ്റ്റൽ ബീഡ് ഇടുന്നു, ചക്കിരി ഇടുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ ഗോൾഡൻ ബീഡാണ് ഇടുന്നത്. അങ്ങനെ 3 ക്രിസ്റ്റൽ ബീഡ് ഫിനിഷ് ആകുമ്പോൾ വീണ്ടും നമ്മൾ ഗോൾഡൻ ബീഡ് ഇടുന്നു. പിന്നെയും നമ്മൾ ക്രിസ്റ്റൽ ബീഡ്, ചക്കിരി, ക്രിസ്റ്റൽ ബീഡ്, ചക്കിരി, അങ്ങനെ ഇട്ട് 3 ക്രിസ്റ്റൽ ബീഡ് കവർ ചെയ്തതിന് ശേഷം വീണ്ടും ഗോൾഡൻ ബീഡ് ഇടുന്നു. അങ്ങനെയാണ് നമ്മളത് സർക്കിൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. ആ ഒരു ഓർഡറിൽ നമ്മളതിനെ ഫിനിഷ് ചെയ്ത് എത്ര ലെങ്ത്താണോ നമുക്ക് ആവശ്യമുള്ളത് ആ ലെങ്ത്ത് വരെ എത്തിക്കുക. അതിനുശേഷം നമ്മൾ ആദ്യത്തെ ബ്രേസ്ലെറ്റിൽ ചെയ്ത പോലെ ഇതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ആദ്യം ഗിയർ ലോക്ക് ഇടുക. അതിനുശേഷം സൈഡ് റിങ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഗിയർ വയറിൻ്റെ എൻഡ് പോർഷൻ ഗിയർ ലോക്കിലും അതിൻ്റെ കൂടെ നമ്മൾ ലാസ്റ്റ് വരുന്ന ബ്ലാക്ക് ക്രിസ്റ്റലോ അല്ലെങ്കിൽ ഏതാണോ ലാസ്റ്റ് വരുന്ന ബീഡ്, നമ്മൾ സൈസ് അനുസരിച്ച് ചെയ്യുമ്പോൾ ഏതാണോ ലാസ്റ്റ് വരുന്ന ബീഡ് ആ ബീഡിലും കൂടെ കണക്ട് ചെയ്തിട്ട് നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്യുക. ഗിയർ ലോക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കി നിൽക്കുന്ന ഗിയർ വയർ കട്ട് ചെയ്ത് കളയുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഗിയർ ലോക്കും കൊളുത്തും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഗിയർ ലോക്കിലും
ലാസ്റ്റുള്ള ബീഡിലും കൂടെ ബാക്കി ഗിയർ വയർ വലിച്ചെടുത്തിട്ട് ഗിയർ ലോക്ക് ടൈറ്റ് ചെയ്തിട്ട് എക്സസ് ഉള്ള ഗിയർ വയർ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്രേസ്ലെറ്റും കൂടെ കിട്ടുന്നുണ്ട്. ഈ ടൈപ്പും നമുക്ക് പാദസരങ്ങൾ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഫിനിഷ്ഡ് ലുക്കാണ് ഈ കാണുന്നത്. ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.